ഹേയ്, എന്താ ഇവിടെ നടക്കുന്നത്? അദ്ദേഹം ഉറക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. സർ, ഇയാൾ വന്നപ്പോൾ മുതൽ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നു. ദേ, ഇപ്പൊ പറയുന്നു ഈ പൊട്ട കാർഡ് ഉപയോഗിച്ച് എന്നോട് ക്യാഷ് പിൻവലിച്ചു കൊടുക്കാൻ. പെൺകുട്ടി പരാതിയോടെ പറഞ്ഞു. മാനേജർ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു, ഈ ട്രെയിനിങ്ങിനിടെ അവർ നിന്നെ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഒരു കസ്റ്റമറോട് ഇങ്ങനെയാണ് പെരുമാറാൻ പറഞ്ഞത്? ഈ ബാങ്കിൽ 1 രൂപയുടെ അക്കൗണ്ട് ഉള്ള ആളാണെങ്കിലും അവർ നമ്മുടെ കസ്റ്റമറാണ്. നിങ്ങൾ അവരെ ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യണം. കൂടാതെ ഇദ്ദേഹത്തിന് ബ്ലാക്ക് കാർഡ് കൂടി ഉള്ളതാണ്. അദ്ദേഹത്തെ അല്പം കൂടി ബഹുമാനിക്കേണ്ടതുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഈ ബാങ്കിൽ ആകെ 2-3 ആളുകൾക്ക് മാത്രമേ ഈ കാർഡുള്ളൂ. അതുപോലും അറിയില്ല. മാനേജർ അത് വാങ്ങി കഴിയുന്നത്ര ക്ഷമയോടെ ഋഷിനെ നോക്കി. സർ, സാർ എന്തോ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഈ കാർഡിൽ ഒരു പേര് പോലുമില്ല. ആ പെൺകുട്ടി പതുക്കെ പറഞ്ഞു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയാണോ? മാനേജർ സ്വയം തലക്കടിച്ചു. സോറി സർ, ഞാൻ ഈ ബ്രാഞ്ചിന്റെ മാനേജറാണ്. നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ ആയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നോട് പറയൂ സർ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണം? അദ്ദേഹം ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. അവന്റെ സ്വരത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. ഇത്രയും വർഷം ആ മാനേജർ ആ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടും ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇതുവരെ ഒരിക്കൽ പോലും ബ്ലാക്ക് കാർഡ് യൂസറിനെ കണ്ടിട്ടില്ല. എനിക്ക് തൽക്കാലം ഒരു ഹെൽപ്പും ആവശ്യമില്ല. പക്ഷേ എനിക്കിവിടെ ഇരിക്കാൻ ഒരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ക്യാഷ് പിൻവലിക്കണം. പരുഷമായി തന്നോട് പെരുമാറിയ ആ പെൺകുട്ടിയെ നോക്കി ഋഷി പറഞ്ഞു. സർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. പെൺകുട്ടി പതിയെ മാപ്പ് പറഞ്ഞു. മാനേജറുടെ ഇടപെടൽ കണ്ട് അവൾക്കും ഭയം വന്നു തുടങ്ങിയിരുന്നു. സർ, ഇവർക്ക് സംഭവിച്ച തെറ്റിദ്ധാരണയ്ക്ക് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പറയൂ സർ, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? മാനേജർ വിനയത്തോടെ ചോദിച്ചു. എനിക്ക് വേണ്ടത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഋഷ്യൻ സൗമ്യമായ ഭാവത്തിൽ എന്നാൽ പരിഹാസത്തോടെ പറഞ്ഞു. ഓക്കെ സർ, സാറ് ചോദിച്ച പൈസ ഞാൻ ഇപ്പോൾ തന്നെ പിൻവലിക്കാം എന്ന് പറഞ്ഞ് അവൾ കാർഡ് എടുത്ത് അകത്തേക്ക് ഓടി. സർ, അതുവരെ നിങ്ങൾ വന്ന് എന്റെ ക്യാബിനിരിക്കൂ. മാനേജർ അവനെ കൂട്ടിക്കൊണ്ടുപോയി പരിചരിച്ചു. അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി 2 വലിയ ബാഗുകളുമായി അവിടെ എത്തി. ആ ബാഗ് കണ്ട് മാനേജർ സംശയത്തോടെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, സാറ് 2 കോടി രൂപ ചോദിച്ചിരുന്നു. അവളുടെ സ്വരത്തിൽ ഭയം പ്രകടമായിരുന്നു. ഋഷിന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവനോട് പെരുമാറിയ രീതി ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ലജ്ജ തോന്നി. ഋഷിൻ അവളെ ഒന്ന് നോക്കി. ആക്ച്വലി ഐ എം ഡിപ്രസ്ഡ് നൗ. അതുകൊണ്ട് തന്നെ ഇത്രയും ക്യാഷ് വിഡ്രോ ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് 500 രൂപ മതി. ബാക്കി അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കൂ. ഋഷിൻ നിസാരമായി പറഞ്ഞത് കേട്ട് അവർ രണ്ടാളും ഞെട്ടി. 2 കോടി രൂപ തന്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ പറഞ്ഞ ഋഷിൻ വെറും 500 രൂപ മാത്രമാണ് അതിൽ നിന്നും എടുത്തത്. ബാക്കി തുക അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാനേജർ ഞെട്ടിപ്പോയി. അയാൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. ഓക്കെ സർ. അവൾ മറുത്തൊന്നും പറയാതെ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മിനിറ്റ്. ഇനി മുതൽ നിങ്ങൾ കസ്റ്റമേഴ്സിനെ ഒരുപോലെ പരിഗണിക്കുമെന്ന് ഞാൻ കരുതുന്നു. പോകാനായി ഇറങ്ങി അവളെ വിളിച്ച് ഋഷിൻ പറഞ്ഞു. അവൾ തല കുനിച്ചുകൊണ്ട് മെല്ലെ തലയാട്ടി. ഋഷിൻ മാനേജറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഗൗരി അവനെ കണ്ടത്. ഋഷി, നീ എന്താ ഇവിടെ? അവനെ കണ്ടതും അവൾ ചോദിച്ചു. നീയല്ലേ എന്നോട് ഈ ബാങ്കിൽ വരാൻ പറഞ്ഞത്? നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാത്തിരുന്ന് മടുത്തപ്പോൾ ഞാൻ കുറച്ച് പൈസ എടുക്കാൻ പോയി. ഋഷിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. VIP ഏരിയയ്ക്കുള്ളിൽ നിന്ന് അവൻ വരുന്നത് ശ്രദ്ധിച്ച ഗൗരിക്ക് സംശയം തോന്നി. അല്ല, അങ്ങനെ നോക്കിയാലും നിനക്കെന്തായിരുന്നു അവിടെ ജോലി? അത് VIP കൗണ്ടറല്ലേ? ഗൗരി സംശയത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൾക്ക് ആ ബാങ്കിൽ കുറെ കാലമായി അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ VIP കൗണ്ടർ കോടികൾ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് മാത്രമാണെന്ന് അവൾക്കറിയാം. ഓ, നീ ഒരു പോലീസുകാരിയാണെന്ന് തെളിയിക്കുകയാണല്ലേ? ഋഷിൻ മനസ്സിൽ ചിന്തിച്ചു. അതെനിക്കറിയില്ല. ഞാൻ അവിടെ നിന്നെ തെരഞ്ഞു പോയതാ. പിന്നെ കൗണ്ടർ ഫ്രീ ആയതുകൊണ്ട് അവരെന്നെ ക്യാഷ് എടുക്കാൻ സമ്മതിച്ചു. അവൻ ഒഴുക്കം മട്ടിൽ പറഞ്ഞു. ഗൗരിക്ക് അവൻ പറഞ്ഞതൊന്നും അത്ര വിശ്വാസമായില്ല. എന്നാലും അവൾക്ക് അതിൽ കൂടുതൽ ഇടപെടാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരെ വിഷയത്തിലേക്ക് കടന്നു. നീ പറഞ്ഞ ആ കല്ലിന്റെ കാര്യം സംസാരിക്കണ്ടേ നമുക്ക്? അവൾ ചോദിച്ചു. അതിവിടെ വെച്ച് വേണ്ട. നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം. ഋഷിൻ മറുപടി പറയുന്നതിനിടയിൽ പെട്ടെന്ന് ആരോ ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഞങ്ങൾ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വന്നതാണ്. എല്ലാവരും നിലത്തനങ്ങാതെ കിടക്കുക. ഒരാൾ ഉറക്കെ പറഞ്ഞു തീർന്നതും മുഖംമൂടി ധരിച്ച 5 പേർ പെട്ടെന്ന് വാതിൽ തുറന്നു വന്നത് കണ്ട ആളുകൾ ഭയന്ന് നിലവിളിച്ചു. അതോടെ അവരിൽ ഒരാൾ തോക്കുകൊണ്ട് വെടിയുതിർത്തു. ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും താഴെ കിടന്നോളൂ.
അയാൾ വീണ്ടും ഉറക്കെ അലറി. ആദ്യം എല്ലാവരും അവരവരുടെ ഫോണുകൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്ക്. നേതാവിനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഉത്തരവിട്ടു. എല്ലാവർക്കും അവരുടെ ഫോൺ എടുത്ത് പുറത്തു വെക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. മറ്റൊരാൾ കയ്യിൽ ഒരു ട്രേയുമായി വന്നു. ആ ഫോണുകളെല്ലാം എടുത്ത് അതിൽ വെച്ചു. കൊള്ളാം, ഇനി നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം എടുത്ത് പുറത്തു വയ്ക്കും. അവരുടെ നേതാവ് വീണ്ടും പറഞ്ഞു. നിങ്ങൾക്കിതിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന അതുപോലെ ചെയ്തോ. മറ്റൊരാൾ ആക്രോശിച്ചു. അത് കേട്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുത്തു. ഗൗരി ആദ്യം അവരോട് എതിരിടാമെന്ന് കരുതി. പക്ഷെ അവരുടെ കയ്യിൽ തോക്ക് കണ്ടപ്പോൾ അവൾ തീരുമാനം മാറ്റി. താൻ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി അവൾ നിശബ്ദത പാലിച്ചു. എന്നാലും ഇവനൊക്കെ ഈ പട്ടാപ്പകലും ഒന്ന് കൊള്ളയടിക്കാൻ ഇത്ര ധൈര്യമോ? ഗൗരി പല്ല് ഞെരിച്ച് പതിയെ പറഞ്ഞു. പകൽ വരാതെ രാത്രി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഋഷൻ തമാശയോട് അത് ചോദിച്ചപ്പോൾ ഗൗരി അവനെ തുറച്ചു നോക്കി. ഈ സമയത്ത് നിനക്ക് എങ്ങനെ തമാശ പറയാൻ പറ്റുന്നു? അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെയല്ല, പകലാണെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് ഇതുപോലെ കൊള്ളയടിക്കാം. രാത്രിയാണെങ്കിൽ അലാം അടിക്കാതെ നോക്കണം. അത് അവരെ സംബന്ധിച്ച് റിസ്ക് അല്ലേ? ഓക്കെ, അത് വിട്. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. അവരെ നമുക്ക് നേരിടാൻ പറ്റുമോ? ഋഷിൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ ചോദിച്ചു. ഹേയ്, നോ, വേണ്ട. അവരുടെ കയ്യിൽ തോക്കൊക്കെയുണ്ട്. അത് റിസ്ക്കാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് നല്ല സമയം വരുന്നതുവരെ കാത്തിരിക്കാം. ധൃതി കൂട്ടിയാൽ അത് അപകടമാവും. അവൾ അവനെ ഉപദേശിച്ചു. അവൾ പറഞ്ഞത് മനസ്സിലായപ്പോൾ ഋഷിനും പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. വ്യക്തമായ എന്തെങ്കിലും പ്ലാൻ ഇല്ലാതെ എന്തായാലും ഇവർ പകല് കൊള്ളയടിക്കാൻ ഇറങ്ങില്ല. എന്തായാലും ഒരു നിമിഷം അവരുടെ ശ്രദ്ധ മാറും. നമുക്ക് ആ സമയം നോക്കി നിൽക്കാം, അവൻ ധൈര്യത്തോടെ പറഞ്ഞു. അപ്പോൾ കൊള്ളസംഘത്തിന്റെ നേതാവ് ബാങ്ക് മാനേജറെ നോക്കി പറഞ്ഞു. അകത്ത് പോയി 10 കോടി രൂപ ഈ ബാഗിലിട്ടോട്ട് വാ. വേഗം വേണം, ഞങ്ങൾക്ക് സമയം കുറവാണ്. അയാൾ ആജ്ഞാപിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അത്രയും പണമില്ല. വിറയലോടെ മാനേജർ മറുപടി പറഞ്ഞു. എന്നെ കാണുമ്പോൾ നിനക്ക് ജോക്കറെ പോലെയാണോ തോന്നുന്നത്? ഇത്രയും വലിയ ബാങ്കിൽ ഒരു 10 കോടി രൂപയില്ലെന്ന് നീ പറഞ്ഞ ഞാനത് വെള്ളം തൊടാതെ വിശ്വസിക്കണോ? എങ്കിൽ ഞാൻ നിന്നോടൊരു 10,000 കോടി ചോദിക്കാം. എന്താ? അയാൾ അത് പറഞ്ഞുകൊണ്ട് മാനേജറുടെ മുഖത്ത് തോക്കുകൊണ്ട് ആഞ്ഞടിച്ചു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് മാനേജർ താഴെയിരുന്നു. അയാൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഇനി കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. എനിക്കിപ്പോ 10 കോടി രൂപ വേണം. ആര് പോയി കൊണ്ടുവരും? നേതാവ് അവിടെയുള്ള ജീവനക്കാരോട് ആക്രോശിച്ചു. ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്നത്തെ ഷെയർ മാർക്കറ്റിലെ ഇഷ്യൂ കാരണം ആളുകൾ അവരുടെ ക്യാഷ് മുഴുവൻ കൊണ്ടുപോയി. പല കമ്പനികളും അവരുടെ അക്കൗണ്ടുകളിൽ വെക്കാനുള്ള പണം മുഴുവൻ ഇന്നലെ മുതൽ പിൻവലിച്ചു, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചു. മാത്രമല്ല, ഇതൊരു ബ്രാഞ്ച് ഓഫീസാണ്, ഹെഡ് ഓഫീസ് അല്ല. ഇത്രയും ക്യാഷ് ഒന്നും ഞങ്ങളിവിടെ വെക്കില്ല. മാനേജർ പല്ലുകടിച്ച് വേദനയോടെ പറഞ്ഞു. ഇനി ഒരു വാക്കുകൂടി പറഞ്ഞ ബുള്ളറ്റ് നിന്റെ നെഞ്ചു കയറും. ലീഡർ അതും പറഞ്ഞ് മാനേജറുടെ നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടി. മറ്റുള്ളവർ ഭയത്തോടെ അത് നോക്കി നിന്നു. പെട്ടെന്ന് ഗൗരി തന്റെ ID കാർഡും പിടിച്ച് എഴുന്നേറ്റു. ഹേയ്, ഞാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ്. ഞാൻ നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും. എല്ലാവരും നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് തലയ്ക്ക് മുകളിൽ കൈകൾ ഉയർത്തി നിൽക്കൂ, അവൾ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞു. തറയിൽ കിടന്ന ഋഷൻ ഞെട്ടലോടെ അവളെ നോക്കി. അവസരം വരുമ്പോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളീ കാണിക്കുന്നതാ? അപ്പോഴേക്കും ആ മുഖംമൂടി വെച്ചവർ എല്ലാം ഗൗരിക്ക് നേരെ തിരിഞ്ഞു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.